Hi guys, it's me Suhail. Welcome to my channel MSP Creation. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് എൻ്റെ വൈഫിൻ്റെ ചാനലിൽ അവർക്ക് ഒരു ഇമെയിൽ വന്നിട്ടുണ്ടായിരുന്നു, അപ്ഡേറ്റ് യുവർ യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാം ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ അവർക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് എന്താണ് ഇങ്ങനെ വന്നിട്ടുള്ളത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം അവർ 30 days ടൈം കൊടുത്തതിൻ്റെ ഉള്ളിൽ ഇതിലെന്തൊക്കെയോ ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും മനസ്സിലായിട്ടില്ല എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇതെന്താ ഇങ്ങനെ വരാൻ കാരണം എന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് യൂട്യൂബ് ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ അപ്പോൾ ഈ യൂട്യൂബ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 1 year ആയി. അപ്പോൾ ആ തുടക്കത്തിൽ തന്നെ ഞാൻ ഇവർക്ക് ആഡ്സെൻസിൻ്റെ അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ പോലെയല്ല, അന്ന് ക്ലാസിക് വേർഷൻ ആയിരുന്നു. ക്ലാസിക് വേർഷനിൽ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ 4000 വാച്ച് അവേഴ്സിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല നമുക്കൊരു ആഡ്സെൻസിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇപ്പോഴാണെങ്കിൽ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ 4000 വാച്ച് അവേഴ്സ് ആയെങ്കിൽ നമുക്ക് ആഡ്സെൻസിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഓൾറെഡി അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇമെയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവർ ഓൾറെഡി ഇവരെ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2 ദിവസം മുമ്പ് അവരുടെ അക്കൗണ്ടിൽ ആഡും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ആകെ ടെൻഷൻ, കാരണം ആഡും കാര്യങ്ങളൊക്കെ ഓൾറെഡി ആക്റ്റീവായി, പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലൊന്നും ചെയ്യാനില്ല, കാരണം ഇത് എത്താത്തവർക്കാണ്. കാരണം ഇപ്പോൾ ഇനി 30 daysൻ്റെ ഉള്ളിൽ ഇങ്ങനെ മുമ്പ് ചെയ്തിട്ടുള്ളവർ ഈ 30 daysൻ്റെ ഉള്ളിൽ അവർ ഈ ഒരു ടാർഗറ്റ് എത്തിച്ചോളാം എന്നാണ് അവർ പറയുന്നത്. കാരണം 30 daysൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ 4000 വാച്ച് അവേഴ്സും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും എത്തിക്കണം, അതല്ലെങ്കിൽ ഇത് ഇന്നാക്ടിവേറ്റ് ആവും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിവിടെ ഇപ്പോൾ അവരുടെ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ അക്കൗണ്ടിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ എടുക്കുക. ഓക്കെ, യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇവിടെ നമ്മൾ മോണിറ്റൈസേഷൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇത് മുൻപ് നമ്മളിത് എലിജിബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു ഗ്രാഫാണ് വരിക. ഇത്ര സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്, ഇനി ഇത്ര വാച്ച് അവേഴ്സ് ആവശ്യമുണ്ടെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് ഓൾറെഡി ആഡ്സെൻസ് ഒക്കെ ആക്റ്റീവാണ്. കാരണം നമ്മൾ മുമ്പ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ 4000 വാച്ച് അവേഴ്സ് ആയി കഴിഞ്ഞു, 1000 സബ്സ്ക്രൈബേഴ്സും ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ വരും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 3 പ്രോസസ്സ് 1 by 1 ആയിട്ട് വരും. അതിൽ നമ്മൾ നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവരുടെ ഈ കേസിൽ ഓൾറെഡി ആഡ്സെൻസ് ഞാൻ മുമ്പ് തന്നെ ഇവർക്കൊരു വീഡിയോ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ്സെൻസ് അന്ന് ഉണ്ടാക്കിയതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി ഡൺ ആയിരുന്നു, ആ ഒരു സെക്ഷൻ ഡൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ അതുപോലെ തന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കേണ്ട ഒരു സെക്ഷനോ കാര്യങ്ങളോ ഇതിൽ വന്നിട്ടില്ല. ലാസ്റ്റ് സെക്ഷൻ അതിലുണ്ടായിരുന്നത് ഇത് അണ്ടർ പ്രോസസ്സിങ്ങിലാണ്, അവർ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു സെക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിറ്റേ ദിവസം തന്നെ ഇത് ആക്റ്റീവ് ആവുകയും ചെയ്തു, ആഡ് വന്ന് തുടങ്ങി. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിന് സ്ക്രീൻ റെക്കോർഡിന് വേണ്ടിയിട്ട് മുമ്പ് എടുത്ത ഫോട്ടോസ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഓൾറെഡി ഡൺ ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആഡ്സെൻസും കാര്യങ്ങളും അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അവരുടെ പ്രോസസ്സിങ് ഇതിൽ നമുക്കിനി ഒന്നും ചെയ്യാനില്ല. ഇനി അവരുടെ ഭാഗത്തുനിന്ന് അവരത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളെല്ലാം ആഡ് വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമെയിൽ വന്നുകൊണ്ട് ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഇത് വന്നിട്ടുള്ളത് ആദ്യം ആഡ്സെൻസ് അക്കൗണ്ട് ഉണ്ടാക്കിയവർക്ക് മാത്രമാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.